ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ നല്ലപോലെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മേഘനാഥന് എന്തായാലും കണ്ണൻ്റെയും മഹിയുടെയും ആ വിവാഹത്തെയും ആ കുഞ്ഞാരാണെന്നും എല്ലാം കണ്ടുപിടിക്കണം എന്നൊക്കെ മേഘനാഥൻ ഇങ്ങനെ സ്വയം വിചാരിക്കുന്നുണ്ട്. മേഘനാഥനാണെങ്കിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോമസ് സാറിൻ്റെ അടുത്ത് നിന്നും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനന്തുവിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മേഘനാഥൻ തയ്യാറാവുന്നുണ്ട്. നമ്മുടെ അനന്തുവിൻ്റെ വീട്ടിലാണ് മഹാലക്ഷ്മിയും കണ്ണനൊക്കെ ഉള്ളത്. ആ ഒരു വിവരം അറിഞ്ഞിട്ട് അത് സത്യമാണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മേഘനാഥൻ അങ്ങോട്ടേക്ക് പോകുന്നത് തന്നെ. പക്ഷേങ്കിലും മേഘനാഥൻ അവിടെ എത്തിയ മേഘനാഥനാണെങ്കിൽ ഒരു മിന്നായം പോലെ മഹാലക്ഷ്മിയും കണ്ണനെയും കണ്ടിട്ടുണ്ടായിരുന്നു. മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെ ആ റൂമിലോട്ട് നോക്കുമ്പോൾ അവിടെ മഹാലക്ഷ്മിയും കണ്ണനും ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമ്മുടെ മേഘനാഥൻ കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെയായിരുന്നു മേഘനാഥൻ്റെ കണ്ണിൻ്റെ ആ കാഴ്ച നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അമ്മയുടെ ആ വലിയൊരു സൂത്രം അമ്മ പ്രയോഗിച്ചിരിക്കുന്നത് തന്നെ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ മേഘനാഥൻ്റെ കണ്ണിലോട്ട് ഇരുട്ട് കയറുന്നത് പോലെ തോന്നിയിട്ട് മേഘനാഥനാണെങ്കിൽ സ്വന്തം വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ മേഘനാഥൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. കണ്ണനോട് ഈ ഒരു നാടകത്തെക്കുറിച്ച് അവസാനിപ്പിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ അത് അവർക്ക് വലിയൊരു ദോഷം തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നതെന്നൊക്കെ അമ്മയുടെ ആ ഒരു ദൃഷ്ടിയിൽ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹിയുടെ സ്വപ്നത്തിൽ വന്നിട്ട് അമ്മ പറയുന്നുണ്ട്, നാളെ തീർച്ചയായിട്ടും അമ്പലത്തിലോട്ട് വരണമെന്നൊക്കെ പറയുമ്പോൾ മഹിയാണെങ്കിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ മഹിയോട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താണോ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ മഹിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇല്ല കണ്ണേട്ട, ആകെ മൊത്തം മനസ്സിന് എന്തോ പോലെ ആ അമ്മയുണ്ടല്ലോ, നമ്മൾ എപ്പോഴും അമ്പലത്തിൽ വെച്ച് കാണുന്ന ആ അമ്മയാണെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറയുവാണ്, നാളെ എന്തായാലും അമ്പലത്തിലോട്ട് പോകണം എന്നൊക്കെ പറയുകയാണ്. പിന്നെ എന്നോട് വേറൊരു കാര്യം കൂടെ കണ്ണേട്ട പറഞ്ഞു, നമ്മൾ ഈ ചെയ്യുന്ന ഈ നാടകം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അമ്മ എന്നോട് പറഞ്ഞത് സ്വപ്നത്തിൽ വന്നിട്ട്. എന്തൊക്കെയാണ് കണ്ണേട്ട നടക്കുന്നത് ചുറ്റും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, സാരമില്ല മഹി, നമുക്ക് നാളെ തന്നെ അമ്പലത്തിൽ പോകാം, അമ്മയെ കാണാം, സംസാരിക്കാം, നീ ഒന്നും ആലോചിച്ച് പേടിക്കണ്ട, നിൻ്റെ മനസ്സിൽ ധാരാളം ടെൻഷനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നത്, നീ ഒന്നും ആലോചിച്ച് പേടിക്കേണ്ടെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അനന്തവും മാർക്കോയും നമ്മുടെ മേഘനാഥൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. മേഘനാഥനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് അനന്ത് ചോദിക്കുമ്പോൾ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ തപ്പി തടഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ മേഘനാഥനാണെങ്കിൽ. അപ്പോൾ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കണ്ണൻ സാറിൻ്റെയും മഹിയുടെയും പിന്നാലെ നടക്കരുത്, അവരുടെ ജീവിതത്തിലോട്ട് നീ ആയിട്ട് ഇടകയറി വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ, നിനക്കെൻ്റെ കൈയുടെ ബലം നന്നായിട്ട് അറിയാലോ മേഘനാഥ, ഇപ്പം തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കിക്കോ എന്നൊക്കെ മേഘനാഥനോട് മാർക്കോ പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോ ആണെങ്കിൽ അനന്തുവിനോട് പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു വിവരത്തെക്കുറിച്ച് കണ്ണൻ സാറിനോടും മഹിയോടും പറയണ്ട, അവർ നല്ലപോലെ പേടിക്കും, വെറുതെ എന്തിനാണ് അവരുടെ ഈ ഒരു സന്തോഷം നമ്മളായിട്ട് ഇല്ലാതാക്കുന്നത്, അനന്തുവിനോട് ഇങ്ങനെ മാർക്കോ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അനന്തുവിനെയും മാർക്കോയും രേഖയും ഒക്കെ നമ്മുടെ കണ്ണനും മഹിയും വീട്ടിലോട്ട് ക്ഷണിക്കുന്നുണ്ട്. അമ്മ ഇന്ന് വീട്ടിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മഹിയോട് മാർക്കോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ മുത്തശ്ശിയും പിന്നെ പ്രതാപനും കരുണയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക, നിങ്ങൾ ഒരുമിച്ച് പോയാൽ അത് വലിയൊരു പ്രശ്നമാവില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മഹിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഹി കണ്ണനും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ നാടകം അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മാർക്കോ ആണെങ്കിൽ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്, എന്തായാലും വീട്ടിലൊക്കെ പോയിട്ട് ആഹാരമൊക്കെ കഴിച്ച് നല്ലപോലെ വന്നോളൂ നിങ്ങൾ, എന്തായാലും ഞങ്ങൾ ഇവിടെ തന്നെ കാണുന്നൊക്കെ മാർക്കോയും അനന്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹിയാണെങ്കിൽ ഒരുമിച്ച് തന്നെ ആഹാരം കഴിക്കാനും പിന്നെ അവിടെ ഒരു ചെറിയൊരു പരിപാടിക്കൊക്കെ കൂടാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലോട്ട് കരുണാലയത്തിലോട്ട് പോയിരിക്കുകയാണ് മഹിയാണെങ്കിൽ കണ്ണനെയും കൊണ്ട്. ആ സമയത്ത് കണ്ണനും മഹിയും ആദ്യം തന്നെ പറഞ്ഞത്, നമുക്ക് വേറെ വേറെ രീതിയിൽ കയറാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൻ വേറെയായിട്ട് കയറി, പിന്നെ മഹി വേറെയായിട്ടാണ് കയറിയിരിക്കുന്നത് തന്നെ. അവിടെ നമ്മുടെ ദുർഗയും ഉണ്ണിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കരുണയുടെ ചെറിയൊരു പിറന്നാൾ ദിനം കൂടിയായിരുന്നു അന്ന്. അത് തന്നെ വലിയൊരു ആഘോഷമാക്കിയിട്ടാണ് പ്രതാപം മാറ്റിയിരിക്കുന്നത് തന്നെ. അങ്ങനെ നമ്മുടെ മഹിയാണെങ്കിൽ വലിഞ്ഞു കയറി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മഹി ഒരുപാട് അവമാനിക്കുന്നൊക്കെയുണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ടാണെങ്കിൽ. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഇന്നൊരു ദിവസമല്ലേ, അവളിവിടെ നിന്നോട്ടെ, എൻ്റെ പിറന്നാൾ ദിനത്തിന് അവൾ ഒരു വേലക്കാരിയെങ്കിലും നമുക്കായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിലും ഇനിയിപ്പം നാടകം തുടരേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം തന്നെ എല്ലാം അവസാനിപ്പിച്ച് കൊടുക്കാം ഈ ശത്രുക്കൾക്കാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൻ ഇങ്ങനെ നിൽക്കാണ് ചെയ്യുന്നത് തന്നെ. അപ്പോഴാണ് മുത്തശ്ശി നമ്മുടെ കരുണയെ വന്ന് പറയുന്നത്, ഇവളുടെ വയറ്റിലാണെങ്കിൽ ഏതോ ഒരുത്തൻ്റെ സന്തതിയാണ് വളരുന്നത്, അതിന് പോലും അവൾക്കൊരു നാണവും മാനവും ഇല്ല, നാണോ ഇല്ലേ നിനക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വീണ്ടും കയറി വരാമെന്നൊക്കെ പറഞ്ഞ് മഹി ഒരുപാട് അവമാനിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞ് എൻ്റേതാണ് അത്. അപ്പോൾ നമ്മുടെ കരുണ
പ്രതാപനോട് പറയുന്നുണ്ട്, കണ്ണേട്ട എന്തൊക്കെയാണ് പറയുന്നത്, അത് കണ്ണേട്ട കുഞ്ഞല്ലെന്നല്ലേ കണ്ണേട്ടൻ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണാണെങ്കിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. എനിക്ക് കാലിന് യാതൊരു കുഴപ്പമില്ല, ഞാനാണ് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ. എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ഇനിയിപ്പോൾ ഈ നാടകത്തിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങൾ എന്നെ കുറേ പറ്റിച്ച് ജീവിച്ചതല്ലേ, അതുകൊണ്ട് നിന്നെയൊക്കെ വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനിങ്ങനെ വീൽ ചെയറിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യം എനിക്കില്ലെന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിലും മഹിയും കൊണ്ട് അവിടെ നിന്ന് പടി ഇറങ്ങാണ്ട് ചെയ്യുന്നത് തന്നെ. അപ്പം മോഹിനിയാണെങ്കിൽ പറയുന്നുണ്ട് നമ്മുടെ പ്രതാപനോടായിട്ടാണെങ്കിൽ, ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതാണ് ഇതിനൊക്കെ നിങ്ങളൊരു ദിവസം ദുഃഖിക്കേണ്ടി വരുമെന്ന്. നിങ്ങളൊക്കെ അപ്പോൾ കണ്ണനെ വലിയ രീതിയിൽ പൊന്തിച്ച് വെച്ചിരുന്നില്ലേ, ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ മോളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആ കണ്ണൻ തന്നെയാണെന്നുള്ള കാര്യം അവൻ തന്നെ പറഞ്ഞില്ലേ. എന്തായാലും നിങ്ങളെയൊക്കെ കബളിപ്പിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ മോഹിനി ഇങ്ങനെ പറയുന്നുണ്ട് സന്തോഷത്തിലാണെങ്കിൽ. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു സന്തോഷമുണ്ട്, നാടകം പൊളിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ തന്നെ. പക്ഷേങ്കിൽ ശത്രുക്കൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യമാണ് വന്നിരിക്കുന്നത്. ഇത്രയും ദിവസം നമ്മളെ അവൻ കബളിപ്പിക്കുമായിരുന്നു, നമ്മൾ വെറും പൊട്ടന്മാരായിരുന്നില്ലേ എന്നുള്ള രീതിയിൽ. എന്തായാലും അവൻ നമ്മളെ പൊട്ടന്മാരാക്കിയല്ലോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മുത്തശ്ശിയും കരുണയും പ്രതാപനൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തന്നെ. അപ്പോൾ കാത്തിരുന്ന് കാണാം നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.